51-ാമത്തെ ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ബേപ്പൂര് മുതൽ തിരൂർ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 52-ാമത്തെ ചോദ്യം, പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ ഡി കെ കേളപ്പനാണ്. 53-ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? അപ്പു നെടുങ്ങാടി ബാങ്ക്. ഓപ്ഷൻ എ ആണ്. 2024 ഒളിമ്പിക്സിന് വേദിയാകുന്നത് ഓപ്ഷൻ എ പാരീസ് ആണ്. 55-ാമത്തെ ചോദ്യം, പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഓപ്ഷൻ ഡി വി ടി ഭട്ടതിരിപ്പാടാണ്. അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്കോ ഭാരതി ഉദയഭാനുവിൻ്റെയാണ്. 55-ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളെ കുറിച്യർ കലാപത്തിന് നേതൃത്വം കൊടുത്തത് 1812 മെയ് 8 ഓപ്ഷൻ എ രാമൻ നമ്പിയാണ്. 58-ാമത്തെ ചോദ്യം, കേരള ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. 59-ാമത്തെ ചോദ്യം, 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ബ്രസീലാണ്. 60-ാമത്തെ ചോദ്യം, അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല. ഉത്തരം ഓപ്ഷൻ എ ആണ്, വിശ്വഭാരതി സർവകലാശാല. 61-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ബി അല്ല. ഏതാണ്? വൈറ്റമിൻ സി ആണ് അതിനാവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഉത്തരം 4 മാത്രമാണ് എന്ത് ചെയ്യുന്നത്? തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 62-ാമത്തെ ചോദ്യം, ഒരു ബാക്ടീരിയയിൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയാണ്? ഓപ്ഷൻ ബി സമ്പർക്കം മുഖേനയാണ്. 63-ാമത്തെ ചോദ്യം, കേരളത്തിലെ അവിവാഹിതരായ മാതാപിതാക്കളെ സഹായിക്കുന്നതിന് സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ സ്നേഹസ്പർശമാണ്. പഠിച്ചു വെക്കുക. 64-ാമത്തെ ചോദ്യം, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടക്കുന്ന മനുഷ്യരത്തിലെ ശ്വേതരക്താണുക്കൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, മോണോസൈറ്റും ന്യൂട്രോഫിലും ആണ്. 65-ാമത്തെ ചോദ്യം, മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിലെ ഇനാമലാണ്. അതിൻ്റെ നാശത്തിന് കാരണമായത് ലാക്റ്റിക് ആസിഡ് ആണ്. 66-ാമത്തെ ചോദ്യം, വനവിഭവം അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, മണ്ണെണ്ണയാണ്. 67-ാമത്തെ ചോദ്യം, അമ്ലമഴയ്ക്ക് കാരണമായ വാതകം സൾഫർ ഡൈ ഓക്സൈഡ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 68-ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഓപ്ഷൻ സി ഇന്ത്യയാണ്. 69-ാമത്തെ ചോദ്യം, ശുദ്ധജലത്തിൻ്റെ pH മൂല്യം ഏതാണ്? 7 ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. പയറ് ചെടിയുടെ സങ്കര ഇനം ഏതാണ്? ഓപ്ഷൻ ബി ഭാഗ്യലക്ഷ്മി, ലോല മാലിക ഭാഗ്യലക്ഷ്മി. 71-ാമത്തെ ചോദ്യം, കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ ഡി സിങ്കിൻ്റെ ആണ്. 72, ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ 18-ാം ഗ്രൂപ്പിലാണ്. 73-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. 74, ഭക്ഷ്യവസ്തുക്കൾ ചുവപ്പ് നിറം നൽകുന്നതിന് ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏതാണ്? ഓപ്ഷൻ ബി കാർമോസിൻ ആണ്. 73, ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക ആദ്യമായിട്ട് കൊണ്ടുവന്നത് റൂദർഫോർഡ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 76-ാമത്തെ ചോദ്യം, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ഓപ്ഷൻ എ രാകേഷ് ശർമ്മയാണ്. 77-ാമത്തെ ചോദ്യം, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം ഓപ്ഷൻ ഡി അപവർത്തനം. 78-ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നതിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ബാഷ്പീകരണമാണ്. ബാഷ്പീകരണം എന്താണ്? ജലം നേരിട്ട് വാതകമാകുകയാണ് സാന്ദ്രീകരണം. 79-ാമത്തെ ചോദ്യം, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് പറഞ്ഞാൽ തീർന്നു പോകാത്തതാണ്. 3, 4 ആണ്. പെട്രോളും കൽക്കരിയുമാണ് ഉദാഹരണം. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഏതാണ് ഉദാഹരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വരുന്ന ഏതാണ്? പാരമ്പര്യേതരം എന്ന് പറഞ്ഞാൽ തീർന്നു പോകാത്ത. പക്ഷേ ഓപ്ഷൻ എ ആണ്, കാറ്റും തിരമാലയാണ്. 80-ാമത്തെ ചോദ്യം, ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം അറിയപ്പെടുന്ന ഓപ്ഷൻ ബി ഭ്രമണം ചലനമാണ്. 81, മാത്സ് ആണ് പറയുന്നത്. ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 81-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 56 ആണ്. 82-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? അപ്പോൾ ഇവിടെ ഉത്തരം വരുന്ന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 26 ആണ്. 83-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? 83-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്, 8 കിലോമീറ്റർ ആണ്. 84-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്, 58 ആണ്. 85-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ 1875 ആണ്.
86-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് 15%. 87-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് 48. 88-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 7/18 ആണ്. 89-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് 48 ആണ്. 90-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് 10 മീറ്റർ ആണ്. 91-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് 1/256 256 ആണ്. 92-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ 16,200 ആണ്. 93-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 36 ആണ്. 94-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് 44%. 95-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി 5040 ആണ്. 96-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് 153 + 154 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 98-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി 216. 99-ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്ന 0.0625 ഓപ്ഷൻ എ ആണ്. 100-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യ പേപ്പർ ഉത്തരമായിട്ട് നോക്കുക. ഉത്തരങ്ങളൊക്കെ റെഡിയാണോ, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയ എന്ന് നോക്കുക, ചെക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.